Dear students, welcome to accountancy class. ഇന്ന് നമ്മൾ വാല്യുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സിന്റെ തിയറി ഭാഗം പഠിച്ചു. അതുപോലെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഈ സാക്രിഫൈസിംഗ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഗുഡ് വിൽ എന്താണ്, ഈ ഗുഡ് വിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഗുഡ് വിൽ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ബിസിനസ് അതിന്റെ തുടക്കം ഇടുന്ന ഒരു ആളുകളുണ്ട്. നമ്മളവരെ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയും, വ്യവസായ സംരംഭകർ. അവരൊരു വ്യവസായം തുടങ്ങി ഏതാനും വർഷങ്ങൾ അവര് ബിസിനസ് റൺ ചെയ്യും. അപ്പോ ഈ ആദ്യം ഒരു വ്യവസായം തുടങ്ങി അതൊന്ന് വിജയിപ്പിച്ച് വളരെ പ്രോഫിറ്റബിൾ ആയ ഒരു വെഞ്ചറാക്കി മാറ്റുന്നതിന് വളരെയധികം കഠിനാധ്വാനം അവർ ചെയ്യേണ്ടി വരും. അപ്പൊ അവരുടെ പ്രയത്ന ഫലമായിട്ട് ആ ബിസിനസ് മറ്റു ബിസിനസ്സുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം പ്രോഫിറ്റബിൾ ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ ഇനി ഭാവിയിൽ ഒരു 5-10 വർഷം കഴിഞ്ഞ് ഇവർ ഈ ബിസിനസ് വിൽക്കുകയോ അല്ലെങ്കിൽ പുതിയ ഒരു മെമ്പറെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിന്റെ നിലവിലുണ്ടായിരുന്ന ഓണേഴ്സ് ആദ്യം മുതലേ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവർ അവരുടെ ശ്രമഫലമായിട്ടാണ് ഈ ബിസിനസ് ഉയർന്ന ഒരു ലാഭക്ഷമതയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുവഴി ഈ ബിസിനസ് ഒരു വലിയ സൽപ്പേര് മാർക്കറ്റിൽ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൽപ്പേരിനെ നമ്മൾ മോണിറ്ററി ആയിട്ട് ഒന്ന് വാല്യൂ ചെയ്യും. ഇങ്ങനെ വാല്യൂ ചെയ്യുന്നതിനാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഈ ഗുഡ് വില്ല് ഇനി പുതിയതായിട്ട് വരുന്ന ഒരു പാർട്ട്ണർ എക്സിസ്റ്റിംഗ് പാർട്ട്ണർക്ക് ഈ ഗുഡ് വില്ലിന്റെ ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഈസ് ദി വാല്യൂ ഓഫ് ദി റെപ്യൂട്ടേഷൻ ഓഫ് എ ബിസിനസ്. നമ്മൾ കഴിഞ്ഞ വർഷം അക്കൗണ്ടൻസിയിൽ പഠിച്ചിട്ടുണ്ട്, ഗുഡ് വിൽ ഒരു അസറ്റാണ്, ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ് ഗുഡ് വിൽ. സോ ഗുഡ് വിൽ ഈസ് ദി വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് എക്സ്പെക്ടഡ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് അബവ് ദ നോർമൽ പ്രോഫിറ്റ്സ്. ഗുഡ് വിൽ എന്ന് പറയുന്നത് ദി വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം. ഈ റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ പ്രോഫിറ്റ്സ് എക്സ്പെക്ടഡ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് അബവ് ദി നോർമൽ പ്രോഫിറ്റ്സ്. Then goodwill can be defined as the present value of firms' anticipated excess earnings. Okay, മറ്റൊരു മെത്തേഡാണ് ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നത്. It is the present value of firms' anticipated excess earnings. Then goodwill exists. നമ്മൾ ഇപ്പം കണ്ട ഡെഫിനേഷൻ നോക്ക്. ഇറ്റ് ഈസ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ഫേംസ് ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിംഗ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ എക്സസ് ഏർണിംഗ്സ് ഇല്ലെങ്കിലും there will not be goodwill. അപ്പോൾ goodwill exists only when a firm earns a super profit. ഒരു ഫേം സൂപ്പർ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഗുഡ്വില്ല് ഉള്ളൂ. പ്രോഫിറ്റബിൾ അല്ലാത്ത ഒരു ബിസിനസ്സിൽ ഒരിക്കലും ഗുഡ്വില്ല് ഉണ്ടാവില്ല. So next, there are some factors which affect the value of goodwill. ഒരു ഗുഡ്വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്, ഇറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദി ബിസിനസ്. ചില ബിസിനസ്സുകൾ കാണും, അവർ 5 രൂപയുടെ റോ മെറ്റീരിയൽ ഉപയോഗിക്കും. ഈ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് 500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കും. അതായത് വളരെ ചീപ്പ് റേറ്റിലാണ് റോ മെറ്റീരിയൽ, പക്ഷെ അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ഉയർന്ന വില മാർക്കറ്റിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഹൈ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങൾക്ക് സ്റ്റേബിൾ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവർക്ക് ഉയർന്ന ലാഭം നേടാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവരുടെ ഗുഡ്വില്ല് വളരെ ഉയർന്നതായിരിക്കും. A firm that produces high value added products having stable demand is able to earn more profits and high goodwill. Next, second is the location of the business. If the business is located at a central place, എല്ലാ ബിസിനസ്സുകൾക്കും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ല. ചില ബിസിനസ്സുകൾക്ക് അവരുടെ ലൊക്കേഷൻ വളരെ അട്രാക്റ്റീവ് ആയ ഒരു സെൻട്രൽ പ്ലേസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടും. അത്തരം ഒരു ബിസിനസ്സിന് അവർക്ക് ഗുഡ്വിൽ വളരെ ഉയർന്നതായിരിക്കും, അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടുതലായിരിക്കും, അതുപോലെ ഗുഡ്വില്ല് വളരെ ഹൈ ആയിരിക്കും. അതാണ് രണ്ടാമത്തെ ഫാക്ടർ. Then third factor affecting
affecting the value of goodwill is the efficiency of management. A well-managed concern enjoys high profits and thus value of goodwill will be high. വളരെ നന്നായി മാനേജ് ചെയ്യുന്ന നല്ലൊരു മാനേജ്മെന്റ് ആണെങ്കിൽ അത്തരം ഒരു ബിസിനസ്സിന് ഉയർന്ന ലാഭം നേടാൻ കഴിയും. അതുപോലെ അവരുടെ ഗുഡ്വില്ലും ഉയർന്ന ഗുഡ്വില്ലായിരിക്കും. Then next is market situation. Market situation can be a monopoly. Monopoly എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. There is limited competition and demand is much higher. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫേം ആണെങ്കിൽ they can earn a high profit and they will have high goodwill also. അതേസമയം ഹൈ കോമ്പറ്റീഷൻ ആണ് മാർക്കറ്റിലുള്ളതെങ്കിലോ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. ആൾട്ടർനേറ്റീവ് പ്രൊഡക്ട്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ലാഭം കുറവായിരിക്കും. അപ്പൊ അത്തരം ഫേമിന് ഗുഡ്വില്ല് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നെക്സ്റ്റ് ഫാക്ടർ അഫക്റ്റിംഗ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈസ് ദ സ്പെഷ്യൽ അഡ്വാൻറ്റേജ്. ചില സ്ഥാപനങ്ങൾക്ക് ചില സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇമ്പോർട്ട് ലൈസൻസ്, പേറ്റൻസ്, ട്രേഡ് മാർക്സ്, supply of electricity, well-known collaborations. So these firms enjoying such benefits will have high amount of goodwill. Okay. Next, need for valuation of goodwill. എന്തിനാണ് നമ്മൾ ഗുഡ്വില്ല് വാല്യൂ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. നിലവിലുള്ള പാർട്ട്നേഴ്സ് തമ്മിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അവിടെ ഗുഡ്വില്ല് വാല്യൂ ചെയ്യണം. ഓക്കെ, അവിടെ ഒരു പാർട്ട്ണർക്ക് ബെനിഫിറ്റ് കിട്ടും, മറ്റൊരു പാർട്ട്ണർക്ക് സാക്രിഫൈസ് വരും. ഇപ്പോൾ ബെനിഫിറ്റിംഗ് പാർട്ട്ണർ സാക്രിഫൈസിങ് പാർട്ട്ണർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഗുഡ്വില്ല് വാല്യൂ ചെയ്യണം. Then second is admission of partners. When a new partner is admitted. നേരത്തെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. രണ്ടുപേരും ഒരു ബിസിനസ് തുടങ്ങുന്നു, കുറച്ച് വർഷങ്ങൾ അവർ റൺ ചെയ്തു, ബിസിനസിനെ വളരെ നല്ല ലാഭക്ഷമതയിലേക്ക് കൊണ്ടുവന്നു. ഇനി ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് പാർട്ട്ണർ നടത്തിയ അധ്വാനത്തിന്റെ ഫലമാണ് ഈ ഉയർന്ന ലാഭക്ഷമത. അപ്പൊ അതിനുള്ള നഷ്ടപരിഹാരം അവർക്ക് ഒരു കോമ്പൻസേഷൻ ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. അപ്പൊ ഈ കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഡിസൈഡ് ചെയ്യുന്നത്, കോമ്പൻസേഷൻ എത്രമാത്രം കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ ഗുഡ്വില്ലിന്റെ വാല്യൂ അനുസരിച്ചാണ്. Then next is retirement of partner. When a partner retires, they should be given their share of goodwill. Then death of a partner. ഒരു പാർട്ണർ മരണപ്പെട്ടാൽ റിട്ടയർമെന്റ് പോലെ തന്നെ അവരുടെ ആ മരിച്ച പാർട്ണറുടെ ഷെയറോ മറ്റെല്ലാ ഷെയറിന്റെയും കൂടി അവരുടെ ഷെയർ ഓഫ് ഗുഡ്വില്ല് കൂടി അവരുടെ അനന്തരാവകാശികൾക്ക് കൊടുക്കണം. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഒരു ഫേം നമ്മൾ ക്ലോസ് ചെയ്ത് അടച്ചു പൂട്ടുന്നു. അപ്പോൾ അതൊരു റണ്ണിങ് ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ ആയിട്ട് മറ്റൊരു സ്ഥാപനത്തിന് വിൽക്കുകയാണെങ്കിൽ ഇത്തരം സിറ്റുവേഷനിൽ ഗുഡ്വില്ല് വാല്യൂ ചെയ്യണം. അതിന്റെ അസറ്റിന്റെ വാല്യൂ മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ, അതിന്റെ ഗുഡ്വില്ല് വാല്യൂ ചെയ്യണം. ഓക്കെ. ദെൻ ലാസ്റ്റ് അമാൽഗമേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. രണ്ട് പാർട്ണർഷിപ്പ് ഫേമുകൾ പരസ്പരം മെർജ് ചെയ്യുമ്പോൾ രണ്ട് പാർട്ണർഷിപ്പ് ഫേമിന്റെയും ഗുഡ്വില്ല് വാല്യൂ ചെയ്യണം. ഓക്കെ. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഗുഡ്വില്ല് വാല്യൂ ചെയ്യുന്നത്. ഇനി ഗുഡ്വില്ല് വാല്യൂ ചെയ്യാൻ നമ്മൾ 3 മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ആവറേജ് പ്രോഫിറ്റ്സ് മെത്തേഡ്, രണ്ട് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, മൂന്നാമത്തത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അപ്പൊ അതിൽ ആദ്യത്തെ മെത്തേഡ് നമുക്ക് ഇന്ന് പഠിക്കാം, ആവറേജ് പ്രോഫിറ്റ്സ് മെത്തേഡ്. 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ നേരത്തെ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതേ മെത്തേഡ് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം. ഓക്കെ. ആവറേജ് പ്രോഫിറ്റ്സ് ഓഫ് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഷുഡ് ബി കാൽക്കുലേറ്റഡ്. കഴിഞ്ഞ ഏതാനും വർഷത്തെ ചോദ്യത്തിൽ തരും എത്ര വർഷത്തെ ആവറേജ് ആണ് കാണേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പില് ഈ ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കിട്ടുന്നതാണ് ഗുഡ്വിൽ. ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഒരു അസംഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിലവിൽ ഏൺ ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് അടുത്ത ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം കൂടി നമുക്ക് ഇതേ റേറ്റിൽ തന്നെ കിട്ടും എന്ന ഒരു അസംഷനിലാണ് നമ്മൾ ഈ മെത്തേഡിൽ ഗുഡ്വില്ല് വാല്യൂ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ്
ഗുഡ്വില്ല് വാല്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് കുറച്ചുകൂടി ക്ലിയർ ആണ്. നമുക്ക് ദ പ്രോഫിറ്റ്സ് ഫോർ 5 years of FM are as follows: 2009 4 lakh, 2010 3,98,000, 2011 4,50,000, 2012 4,45,000, 2013 5 lakh. അപ്പോൾ ഇതിവിടെ അസംഷൻ എന്ന് പറയുന്നത് ഇതേ റേറ്റിൽ ഇനി അടുത്ത 5 വർഷവും കൂടി പ്രോഫിറ്റ് കിട്ടും എന്നതാണ് റേറ്റ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ താഴെ ചോദ്യം നോക്കുക. കാൽക്കുലേറ്റ് ഗുഡ് വിൽ ഓഫ് എ ഫേം ഓൺ ദ ബേസിസ് ഓഫ് 4 years പർച്ചേസ് ഓഫ് 5 years ആവറേജ് പ്രോഫിറ്റ്സ്. 4 years പർച്ചേസ് ഓഫ് 5 years ആവറേജ് പ്രോഫിറ്റ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റിന്റെ ആവറേജ് കാണണം. അതിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ചോദ്യം നമുക്ക് ഈ രീതിയിലൊന്ന് ആ പ്രോഫിറ്റ്സിനെ ഒന്ന് മാറ്റി എഴുതണം. നമ്മൾ സൊല്യൂഷൻ ചെയ്യുമ്പോൾ ഇയർ പ്രോഫിറ്റ്സ് 2 കോളമായിട്ട് എഴുതുക. 2009 10 11 12 13 അത് ഇയർ എന്ന കോളത്തിൽ, പ്രോഫിറ്റ്സിന്റെ കോളത്തിൽ. നെക്സ്റ്റ് നമ്മൾ ഈ പ്രോഫിറ്റിന്റെ ടോട്ടൽ എഴുതണം. ഓക്കെ, ടോട്ടൽ പ്രോഫിറ്റ്സ് ഈസ് 21,93,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ഇനി ഈ ടോട്ടൽ പ്രോഫിറ്റ് ഉപയോഗിച്ച് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാണണം. 21,93,000 ഡിവൈഡഡ് ബൈ 5, 5 വർഷത്തേതാണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,38,600 ആണ് ആവറേജ് പ്രോഫിറ്റ്. മനസ്സിലായി വിചാരിക്കുന്നു. സിമ്പിൾ ആവറേജ് കാണുക, പ്രോഫിറ്റിന്റെ ടോട്ടൽ കാണുക, ആ ടോട്ടലിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 21,93,000. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് 5 വർഷമാണ്, 5 വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4,38,600. ഗുഡ് വില്ല് വാല്യൂ ചെയ്യാം. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. ആ ഫോർമുല എഴുതി വെക്കാം. ആവറേജ് പ്രോഫിറ്റ്സ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത്രയാണ് 4,38,600. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 4 ആണ്. 4 years പർച്ചേസ്. ഇപ്പോൾ 4,38,600 ഇൻറ്റു 4 ഈക്വൽ ടു 17,54,400 ആണ് ഈ സ്ഥാപനത്തിന്റെ ഗുഡ് വില്ല്. ഓക്കെ, ഒന്നുകൂടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആവറേജ് പ്രോഫിറ്റ് കാണണം, പ്രോഫിറ്റിന്റെ ടോട്ടൽ കാണുക, ടോട്ടലിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ആവറേജ് പ്രോഫിറ്റ് കിട്ടും. നെക്സ്റ്റ് ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ആവറേജ് പ്രോഫിറ്റ് 4,38,600 ആണ്. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 17,54,400 ആണ് ഗുഡ് വിൽ. ഓക്കെ, ഈ ആവറേജ് പ്രോഫിറ്റ്സ് മെത്തേഡ് മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്സ് മെത്തേഡ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്സ് എന്താണ്. ഇപ്പോൾ ഇവിടെ ചോദ്യത്തിൽ നമുക്ക് 2 ഇയർ 2008 9, 2009 10, 2010 11, 11 12, 12 13 പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ട്. Calculate value of goodwill on the basis of 3 years purchase of weighted average profits based on weights 1, 2, 3, 4 and 5. 3 years purchase ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ആ ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് മാറ്റി എഴുതാത, ഇതുപോലെ തന്നെ ഒന്ന് റെക്കോർഡ് ചെയ്യുക. ഇയർ, പ്രോഫിറ്റ്സ്, നെക്സ്റ്റ് കോളത്തിലെ വെയ്റ്റ്സ്. വെയ്റ്റ്സ് ഒന്നും നോക്കണ്ട, നമുക്ക് 1, 2, 3, 4, 5 ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. വെയ്റ്റ്സ് 1, 2, 3, 4, 5 ക്രമത്തിൽ വെയ്റ്റ്സ് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ പ്രോഫിറ്റിനെ ആ കൺസേൺഡ് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു ഓരോ വർഷത്തെയും പ്രോഫിറ്റ് ഇൻറ്റു വെയിറ്റ്. ഓക്കെ, പ്രോഫിറ്റ്സിനെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ വലുതാക്കി തരാം. ഓക്കെ, പ്രോഫിറ്റ്സിനെ വെയിറ്റ് കൊണ്ട് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 20,000 ഇൻറ്റു 1, 24,000 ഇൻറ്റു 2, 30,000 ഇൻറ്റു 3, 25,000 ഇൻറ്റു 4, 18,000 ഇൻറ്റു 5. ഓക്കെ, പ്രോഫിറ്റ്സിനെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഈ
വെയ്റ്റ്സിന്റെയും ഈ പ്രൊഡക്റ്റിന്റെയും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം. വെയ്റ്റ്സിന്റെയും പ്രൊഡക്ട്സിന്റെയും ടോട്ടല് കാൽക്കുലേറ്റ് ചെയ്യണം. 4 9 12 3 15 വെയ്റ്റിന്റെ ടോട്ടൽ. ഓക്കെ, ഇനി ഈ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്സിന്റെ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഈസ് ഈക്വൽ ടു സം ഓക്കെ, രണ്ട് കോളവും ടോട്ടൽ ചെയ്യാം. വെയ്റ്റിന്റെ കോളവും പ്രൊഡക്റ്റിന്റെ കോളവും ടോട്ടൽ ചെയ്യണം. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം എന്ത് ചെയ്യണം? വെയിറ്റ് എഴുതണം. 1 2 3 4 5 ക്രമത്തിൽ വെയിറ്റ് എഴുതുക. പ്രോഫിറ്റിനെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഓരോ കോളത്തിലെയും പ്രൊഡക്റ്റിനെയും വെയിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ആ പ്രൊഡക്റ്റിന്റെ എല്ലാം ടോട്ടൽ എഴുതുക, വെയിറ്റിന്റെ ടോട്ടലും എഴുതുക. ഇനി നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ദി പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് വെയ്റ്റ്സ് ആണ് വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത്. ടോട്ടൽ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് വെയ്റ്റ്. ഓക്കെ, ഈ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ ഈ വെയ്റ്റിന്റെ ടോട്ടൽ കൊണ്ട് ഹരിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഫോർമുല കൊടുക്കാം. പ്രൊഡക്റ്റിന്റെ ടോട്ടൽ എത്രയാണ്? 3,48,000 ഡിവൈഡഡ് ബൈ വെയ്റ്റിന്റെ ടോട്ടൽ 15. ഓക്കെ, പ്രൊഡക്റ്റിന്റെ ടോട്ടൽ 3,48,000 ഡിവൈഡഡ് ബൈ വെയ്റ്റിന്റെ ടോട്ടൽ 15. അത് ചെയ്താൽ കിട്ടുന്നതാണ് വെയ്റ്റഡ് ആവറേജ്. 23,200 ആണ് വെയ്റ്റഡ് ആവറേജ്. ഓക്കെ, ഇനി ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അതായത് 3 ഇയേഴ്സ് പർച്ചേസ് ആണ്. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പൊ ഇവിടെ ഗുഡ്വിൽ എത്രയാണ്? ഈസ് ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് 23,200 ആണ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ചോദ്യത്തിലുണ്ട് 3 ആണ് അല്ലെ. വാല്യൂ ഓഫ് ഗുഡ്വില് 69,600 ആണ് വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഓക്കെ, ഈ ചോദ്യങ്ങൾ രണ്ടും ചെയ്ത് നോക്കുക. ഇതേ മോഡൽ മറ്റു ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് തരാം. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ.